everyone, welcome to Masterminds Online Classes. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദ കോൺസെപ്റ്റ് ഓഫ് മണി ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു? ഡെഫിനിഷൻസ് ഓഫ് മണി, അതുപോലെ തന്നെ മണിയുടെ പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡറി ഫങ്ഷൻസ് ആൻഡ് കണ്ടിജന്റ് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്തു. നമ്മൾ അപ്പോഴേ പറഞ്ഞിരുന്നു നമുക്ക് ഒരു കാറ്റഗറി ഓഫ് ഫങ്ഷൻസ് കൂടെ പഠിക്കാനുണ്ട് അല്ലേ? അതർ ഫങ്ഷൻസ്. പ്രൈമറി ഫങ്ഷൻസും സെക്കൻഡറി ഫങ്ഷൻസ് ആൻഡ് കണ്ടിജന്റ് ഫങ്ഷൻസ് അല്ലാതെ ബാക്കി എന്തൊക്കെ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ പണത്തിന് ഉണ്ട് എന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ സ്ലൈഡ്. ഓക്കെ, അതർ ഫങ്ഷൻസിൽ ആദ്യമായിട്ടുള്ളത് മണി ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ റീപേയ്മെന്റ് കപ്പാസിറ്റി. പണം എന്തിനു സഹായിക്കുന്നു? നമുക്ക് സാധനങ്ങളൊക്കെ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളിൽ ഉണ്ടാക്കാൻ പണം നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ മണി ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ റീപേയ്മെന്റ് കപ്പാസിറ്റി. അതായത് സാധനങ്ങളും സേവനങ്ങളൊക്കെ വീണ്ടും വാങ്ങാനും അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അതേപോലെ നിലനിന്ന് പോരാനും നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്? മണി സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് മണിയുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി? നോക്കിയാലോ. ഓക്കെ, മണി എംബഡീസ് ദ ക്വാളിറ്റി ഓഫ് ജനറൽ അക്സെപ്റ്റബിലിറ്റി. നമുക്കറിയാം പണം എന്താണ്? എല്ലാവരാലും എല്ലായിടത്തും അക്സെപ്റ്റബിൾ ആയ ഒന്നാണ്. നമ്മൾ മണിയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞൂലേ, എന്താണ് മണി എന്ന് പറഞ്ഞാൽ? പണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നാണ് മണി എന്ന് പറയുന്നത്. എന്തിനു പകരം സാധനങ്ങളും സേവനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ഓപ്പോസിറ്റ് നമ്മൾ ആരിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം എന്ത്? മണി. അതുകൊണ്ട് തന്നെ എല്ലാവരാലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് തന്നെ പണം എന്തിനു സഹായിക്കുന്നു? റീപേയ്മെന്റ് കപ്പാസിറ്റി, തിരിച്ചടയ്ക്കുന്നതിനുള്ള ശേഷി വ്യക്തികളിലും അതുപോലെ ബിസിനസ്സുകാരിലും പ്രൊഡ്യൂസേഴ്സിലും കൺസ്യൂമേഴ്സിലും എല്ലാം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, every person and business must therefore have a certain level of liquid cash in their assets in order to maintain their ability to pay. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ടാവും? കുറച്ച് ക്യാഷ് കയ്യിലുണ്ടാവും അല്ലേ? ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ്സുകാരായാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും നമ്മളെ വീട്ടിലുള്ളവരായാലും എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ടാവും? കുറച്ച് ക്യാഷ് നമ്മൾ ലിക്വിഡായിട്ട് പറഞ്ഞാൽ എന്താ? പണത്തിന്റെ രൂപത്തിൽ തന്നെ, കറൻസിയുടെ രൂപത്തിൽ തന്നെ നമ്മൾ കുറച്ച് പൈസ എന്ത് ചെയ്യും? സൂക്ഷിക്കും അല്ലേ? ഇതെന്തിനു വേണ്ടിയിട്ടാണ്? സാധനങ്ങളും സേവനങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വണ്ടിക്കൂലി കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നിത്യജീവിതത്തിലെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്തത്? കുറച്ച് പണം നമ്മൾ എന്തായി സൂക്ഷിക്കും? ലിക്വിഡായിട്ട്, അതായത് കറൻസിയുടെ രൂപത്തിൽ നമ്മുടെ കയ്യിൽ നമ്മൾ സൂക്ഷിക്കും അല്ലേ? അപ്പോൾ ഇതെന്തിനാ? Similar to these, banks, insurance firms and even governments keep some money in liquid state so that they can continue to be able to make payments. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പേയ്മെന്റ്, അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊരു നമ്മൾ പണം കൊടുത്ത് എന്തെങ്കിലും വാങ്ങേണ്ട ആവശ്യമൊക്കെ വന്നാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ യാത്രാ ചെലവായിരിക്കും അല്ലേ? ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു പേന വാങ്ങണം, ഒരു ബുക്ക് വാങ്ങണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കണം. എന്തിനായാലും നമ്മുടെ കയ്യിൽ എന്ത് വേണം? കുറച്ച് പണം ലിക്വിഡായിട്ട്, അതായത് കറൻസി രൂപയാണ്. നമ്മുടെയൊക്കെ പേഴ്സിൽ കുറച്ച് പൈസ ഉണ്ടാവില്ലേ? അത്രേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാത്രമല്ല, അതേപോലെ ബാങ്കുകളുടെ കയ്യിലും. എന്തിനാ ബാങ്കുകൾ ലിക്വിഡായിട്ട് പണം സൂക്ഷിക്കുന്നത്? നമ്മളെ കയ്യിൽ പണമില്ലെങ്കിൽ എവിടെ പോവാ? നമ്മളെ കയ്യിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ പോയിട്ട് പണം പിൻവലിക്കും അല്ലേ? നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന സേവിങ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് പണം പിൻവലിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത്യാവശ്യത്തിന് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള പൈസയിൽ നിന്ന് കുറച്ച് നമ്മൾ പിൻവലിക്കും. അപ്പോൾ ബാങ്കുകാരുടെ കയ്യിലും എന്ത് വേണം? കുറച്ച് പണം ലിക്വിഡായിട്ട് വേണം. എന്നാലല്ലേ അവിടെ അക്കൗണ്ടുള്ള ആളുകളൊക്കെ ചെന്ന് കുറച്ച് പണം പിൻവലിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് തരാൻ ബാങ്കുകാരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാങ്കുകാർ, അതുപോലെ ഇൻഷുറൻസ് കമ്പനികൾ, അതുപോലെ ഗവൺമെന്റ് പോലും, ഗവൺമെന്റ് എന്തിനായിരിക്കും പണം സൂക്ഷിക്കുന്നത്? ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു പാലത്തിന്റെ പണി നടക്കുകയാണ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള, അല്ലെങ്കിൽ ഒരു റോഡ് നിർമ്മാണം നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ തൊഴിലാളികൾക്ക് എന്ത് ചെയ്യണം? ഡെയിലി കൂലി കൊടുക്കേണ്ടി വരും. ആരായിരിക്കും കൂലി കൊടുക്കേണ്ടി വരിക? ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്നായിരിക്കും അല്ലേ? പൊതു റോഡുകളൊക്കെ നിർമ്മിക്കുമ്പോൾ പൈസ കൊടുക്കുക. അപ്പോൾ ഗവൺമെന്റുകളും അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യണം? കുറച്ച് പണം കയ്യിൽ ലിക്വിഡായിട്ട് സൂക്ഷിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നത്? നമ്മുടെ പേയ്മെന്റ്, എബിലിറ്റി ടു പേ, പണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പകരമായിട്ട് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ശേഷി,
പണം തിരിച്ചു നൽകാനുള്ള ശേഷി ഉറപ്പുവരുത്തുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റി ടു പേ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ടായിരിക്കും? കുറച്ച് ക്യാഷ് എല്ലാവരും കയ്യിൽ സൂക്ഷിക്കുന്നു. അപ്പം അങ്ങനെ ഒരു എബിലിറ്റി ടു പേ അല്ലെങ്കിൽ ഒരു റീപേയ്മെന്റ് കപ്പാസിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി ബിസിനസ്സുകാരും ഗവൺമെന്റും വ്യക്തികളും എല്ലാവരും എന്ത് ചെയ്യും? കയ്യിൽ കുറച്ച് രൂപ അല്ലെങ്കിൽ കുറച്ച് കറൻസി എന്ത് ചെയ്യും? സൂക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്ത ഫംഗ്ഷൻ ആണ് മണി റെപ്രസെന്റ്സ് ജനറലൈസ്ഡ് പർച്ചേസിംഗ് പവർ. പണം എന്താണ് പ്രതിനിധീകരിക്കുന്നത്? പർച്ചേസിംഗ് പവർ. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ, അത്രേ ഉള്ളൂ. വാങ്ങാനുള്ള ശേഷി. നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ പെട്ടെന്ന് വാങ്ങാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? പണം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ മണി ഈസ് എ സിംബൽ ഓഫ് പർച്ചേസിംഗ് പവർ. പർച്ചേസിംഗ് പവർ എന്ന് പറഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള ശേഷി. അപ്പോൾ പർച്ചേസിംഗ് പവർ ഉറപ്പുവരുത്തുന്ന ഒരു സാധനമാണ് എന്ത്? മണി എന്ന് പറയുന്നത്. എനി പർപ്പസ് ക്യാൻ ബി സെർവ്ഡ് ബൈ ദിസ് അക്യുമുലേറ്റഡ് പർച്ചേസിംഗ് പവർ ഇൻ മോണിറ്ററി ടേംസ്. അതായത് എന്തൊരു സാധനം ആയിക്കോട്ടെ നമുക്ക് എന്തിൻ്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? നമുക്ക് ഏതൊരു സാധനവും ഇതിന് ഇത്ര രൂപയാണ് അല്ലെങ്കിൽ ഇത് ഇത്ര രൂപയാണെന്ന് നമുക്ക് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതൊരു സാധനത്തിൻ്റെയും മൂല്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഫോർ ഇൻസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ സമ്മൺ ടു യൂസ് ദെയർ സേവിങ്സ് സോൾലി. അതായത് ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം പറയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതായത് അയാൾക്ക് ഭാവിയിൽ ഒരു വീട് വെക്കണം. അപ്പൊ ഈ വീട് വെക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യാണ്? ഓരോ ദിവസവും കുറച്ച് രൂപയായിട്ട് അയാൾ സേവ് ചെയ്യാണ്, സൂക്ഷിച്ചു വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോൾ അയാൾക്ക് വീട് വെക്കാൻ, സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയാൾ സേവ് ചെയ്യുന്ന പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ്? ഭാവിയിൽ നല്ലൊരു വീട് വെക്കുക എന്നുള്ളതാണ്. പക്ഷേ അയാൾക്ക് പെട്ടെന്ന് വേറൊരു അത്യാവശ്യം വന്നു. അപ്പോൾ അയാളുടെ കുട്ടിയുടെ സ്കൂളിൽ ചേർക്കുന്നതിനോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഡെപ്പോസിറ്റ് കൊടുക്കാനോ പെട്ടെന്ന് വേറൊരു ആവശ്യം വന്നു. അപ്പോൾ ഇയാൾക്ക് ഈ പണം, വീട് വെക്കാൻ സൂക്ഷിച്ചിരിക്കുന്ന പണം അയാൾക്ക് ഈ അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലേ? അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഏറ്റവും അത്യാവശ്യം കുട്ടിയുടെ സ്കൂളിൽ ചേർക്കുക എന്നുള്ളതായതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ഈ വീട് വാങ്ങാൻ അല്ലെങ്കിൽ വീട് പണിയാൻ വെച്ചിരുന്ന ആ പൈസ എടുത്തിട്ട് അയാൾ എന്ത് ചെയ്തു? അയാൾ കുട്ടിയെ സ്കൂളിൽ ചേർത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സേവ് ചെയ്യുന്നത് ഒരു ഉദ്ദേശം വെച്ചിട്ടാണെങ്കിലും ഭാവിയിൽ നമുക്ക് വേറെ പല ഉദ്ദേശങ്ങളും അല്ലെങ്കിൽ വേറെ എമർജൻസീസോ അല്ലെങ്കിൽ പെട്ടെന്ന് നിർവഹിക്കേണ്ട വേറെ വല്ല ആവശ്യമൊക്കെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പൈസ, നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൈസ വേറെ ആവശ്യത്തിന് വെച്ചതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അതെടുത്തിട്ട് പെട്ടെന്നുണ്ടായി ആവശ്യം എന്ത് ചെയ്യും? നിറവേറ്റും, അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. പണം എന്ത് ചെയ്യുന്നു? പർച്ചേസിംഗ് പവർ ഉറപ്പുവരുത്തുന്നു. നമ്മൾ വേറെ വല്ല ആവശ്യത്തിനും വേണ്ടി ചെലവാക്കിയ പൈസയാണെങ്കിൽ പോലും, വേറെ വല്ല ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച പൈസയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ മറിക്കാൻ പറ്റും, അല്ലേ? വേറൊരു അത്യാവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി പണം യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ എക്സാമ്പിളിൽ പറയുന്നത്. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ്, ഇറ്റ് ഈസ് നോട്ട് നെസസറി ഫോർ സമ്മൺ ടു യൂസ് ദെയർ സേവിങ് സോൾലി ഫോർ ബിൽഡിംഗ് എ ഹൗസ്. ഓക്കെ, ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പണം സൂക്ഷിക്കണം എന്നില്ല, അല്ലേ? If they have them set aside today to build one in the future. ഒരാൾ ഫ്യൂച്ചറിൽ ഒരു വീട് വെക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കുറച്ച് പൈസ സൂക്ഷിച്ചിരിക്കുകയാണെങ്കിൽ പോലും ആ ലക്ഷ്യത്തിന് മാത്രമേ ആ പൈസ ഉപകാരപ്പെടൂ എന്നില്ല, അല്ലേ? വേറെ എന്തെങ്കിലും ലക്ഷ്യം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന് വേണ്ടിയിട്ടും ഈ പണം എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. The saver might choose to utilize money for other, അല്ലേ? വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആ സേവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പണം യൂസ് ചെയ്യാൻ പറ്റും. മോർ വൈറ്റൽ തിങ്സ് ലൈക്ക് ഹിസ് കിഡ്സ് സ്കൂളിംഗ്. അതായത് അയാളുടെ കുട്ടിയുടെ സ്കൂളിൽ ചേർക്കുന്ന ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വേറെ വല്ല അത്യാവശ്യം വന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പണം അതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഓവർ ടൈം ദ ഗോൾസ് ഫോർ വിച്ച് സേവിങ്സ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് മേ ഓൾട്ടർ. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ പണം സേവ് ചെയ്തത് ആ ആവശ്യം എന്ത് ചെയ്യാം? ഭാവിയിൽ എത്തുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം? മറിയാനും പറ്റും. If the focus of the saver changes, he faces no difficulty because money represents generalized purchasing power that can be put to any use saver likes. അതായത് പണം എന്താണ്? ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള പർച്ചേസിംഗ് പവറിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ പണം സൂക്ഷിച്ചു വെച്ചതാണെങ്കിൽ പോലും മറ്റ് ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ആ ആവശ്യത്തിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മൾ ഈ സൂക്ഷിച്ചു വെച്ച പണം യൂസ് ചെയ്യാം. അപ്പോൾ ജനറലായിട്ട് ഏത് കാര്യത്തിനും വേണ്ടിയിട്ട് നമുക്ക് ഏതൊരു സാധനം വാങ്ങാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? പണം യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അടുത്ത ഫംഗ്ഷൻ നോക്കാം അല്ലേ? മണി പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ടു ക്യാപിറ്റൽ. എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ? എത്ര എളുപ്പത്തിൽ നമുക്ക് പണം ഉപയോഗിച്ച് ഒരു ആവശ്യം നിറവേറ്റാൻ കഴിയുമോ അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ടു ക്യാപിറ്റൽ, പണം നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു സാധനം വാങ്ങണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സാധനം വാങ്ങിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ മണി എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ലിക്വിഡിറ്റി നൽകുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിറവേറ്റാൻ നമ്മളെ പണം സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാലോ. മണി ഈസ് ദ മോസ്റ്റ് ലിക്വിഡ് ഫോം ഓഫ് ക്യാപിറ്റൽ ആൻഡ് ക്യാൻ ബി പുട്ട് ടു എനി യൂസ്. പണം എന്താണ്? നമ്മൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പണം യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മണിയാണ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ളത്. ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ളത് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്ത്? മണി എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു J.M. Keynes, money is kept in liquid form for 3 motives such as transaction motive, precautionary motive and speculative motive. അതായത് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള J.M. Keynes പറയുന്നത് പണം ആളുകൾ 3 ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ 3 ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ പണം കയ്യിൽ ലിക്വിഡായിട്ട്, അതായത് കറൻസിയുടെ രൂപത്തിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നത്. 3 ആവശ്യങ്ങളാണുള്ളത്. ഫസ്റ്റത്തെ ആവശ്യമാണ് ട്രാൻസാക്ഷണറി മോട്ടീവ്, രണ്ടാമത്തെയാണ് പ്രിക്വേഷണറി മോട്ടീവ് ആൻഡ് തേർഡ് വൺ സ്പെക്യുലേറ്റീവ് മോട്ടീവ്. എന്തൊക്കെയാണ് ഈ മോട്ടീവ്, ഏതൊക്കെയാണ് ഈ ലക്ഷ്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ട്രാൻസാക്ഷണറി മോട്ടീവ് അല്ലേ? നോക്കൂ, ട്രാൻസാക്ഷൻ മോട്ടീവ്, ഇറ്റ് റെഫേഴ്സ് ടു ദ നീഡ് ഫോർ മണി ടു ക്യാരി ഔട്ട് ഡെയിലി ട്രാൻസാക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന, നിത്യജീവിതത്തിൽ വരുന്ന ഡേ ടു ഡേ, അതായത് ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന പണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം നോക്കൂ. This motive can be examined from the point of view of consumers who seeks revenue to cover family expense. നമ്മളെ ഫാമിലിയിൽ ഉണ്ടാവുന്ന ചെലവുകളൊക്കെ നിറവേറ്റാൻ വേണ്ടി ഒരു കൺസ്യൂമർ സൂക്ഷിക്കുന്ന പണം. അതുപോലെ from the point of view of businessmen who need to money to conduct their company activity. ഒരു ബിസിനസ്സുകാരന് അയാളുടെ കമ്പനിയിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടി, അതായത് ഇപ്പോൾ കുറച്ച് തൊഴിലാളികളുണ്ട്, അവർക്ക് കൂലി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഫാമിലി, ഒരു കൺസ്യൂമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, അല്ലെങ്കിൽ അവരുടെ യാത്രാ ചെലവ്, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങുന്നതിനുള്ള ചെലവ്, പച്ചക്കറി വാങ്ങാനുള്ള ചെലവ്. അപ്പോൾ ഇങ്ങനെ നിത്യജീവിതത്തിലുള്ള ചെലവുകളൊക്കെ നിറവേറുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന പണത്തെയാണ് ട്രാൻസാക്ഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഏതാ? പ്രിക്വേഷണറി മോട്ടീവ്. എന്താ പ്രിക്വേഷണറി മോട്ടീവ് നോക്കാം അല്ലേ? ഇറ്റ് റെഫേഴ്സ് ടു പീപ്പിൾ ഡിസയർ ടു കീപ് cash on hand in case of unforeseen contingencies. പ്രിക്വേഷണറി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുൻകരുതൽ എന്നാണ്. മുൻകരുതൽ. അപ്പോൾ അൺഫോർസീൻ കണ്ടിജൻസീസ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന, അതായത് നമ്മൾ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് കടന്നു വരുന്ന ചില അപകടങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ, ഇതൊക്കെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ പണം സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് എന്ത് പറയുക? പ്രിക്വേഷണറി മോട്ടീവ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആണ് people want to save money in case of experiences like unforeseen circumstances like illness, accident. നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് വരുന്നതാണ് എന്ത്? അസുഖം വന്നു, ഒരു മാരകമായ അസുഖം വന്നു, അല്ലെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു ആക്സിഡന്റ് വന്നു. ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല അല്ലേ? നമ്മൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന ക്യാഷിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രിക്വേഷണറി മോട്ടീവ്, അതായത് ഒരു മുൻകരുതൽ എന്ന രൂപേണ നമ്മൾ സൂക്ഷിക്കുന്ന പണം അല്ലേ? The quantity of money held for this purpose depends on the type of person and circumstances of his or her life. ഇങ്ങനെ പ്രിക്വേഷണറി, മുൻകരുതലായിട്ട് നമ്മൾ എടുക്കുന്ന പണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ? ഡിമാൻഡ് ഫോർ ഫണ്ട്സ് ഫോർ പ്രിക്വേഷണറി ബാലൻസ് ഈസ് സ്ട്രോങ്ലി കോറിലേറ്റഡ് വിത്ത് ഇൻകം ലെവൽ. അതായത് നമ്മുടെ ഇൻകം ലെവലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് കോറിലേഷൻ ഉണ്ട്, ഇതിന് ബന്ധമുണ്ട്. നമ്മൾ നല്ല വരുമാനമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻഷുറൻസ് ഒക്കെ കൂടുതൽ എടുത്തു വെക്കും അല്ലേ? കൂടുതൽ തുക എന്തിനു വേണ്ടി മാറ്റി വെക്കും? മുൻകരുതലായിട്ട് കൂടുതൽ തുക നമ്മൾ സൂക്ഷിച്ചു വെക്കും. പെട്ടെന്ന് അത്യാവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ വരുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പണം ഇതിനായിട്ട് മാറ്റി വെക്കും.
നമുക്ക് വരുമാനം കുറവാണെങ്കിലോ നമ്മൾ നമ്മുടെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, അപ്പോൾ കുറച്ച് നമുക്ക് എന്തിനു വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ? പെട്ടെന്നുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ മുൻകരുതലായിട്ട് നമ്മൾ എടുത്തു വെക്കുള്ളൂ. Okay, the cash balance kept for emergencies will be higher for those with higher income. ഇത്രേ ഉള്ളൂ. നല്ല വരുമാനമുള്ള ആൾക്കാർ എന്ത് ചെയ്യും? കൂടുതൽ തുക പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് മാറ്റി വെക്കും. ഓക്കെ. ആൻഡ് തേർഡ് മോട്ടീവ് ആണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ്. സ്പെക്യുലേഷൻ എന്ന് പറഞ്ഞാൽ ഊഹക്കച്ചവടം, ഊഹം എന്നാണ് അർത്ഥം. അപ്പോൾ ഊഹക്കച്ചവടം നടത്താൻ വേണ്ടി ആളുകൾ മാറ്റിവെക്കുന്ന പണത്തെയാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. നോക്കാം. It refers to the holder's preference to hold cash as opposed to other financial assets like bond, shares, etc. അതായത് ബോണ്ട്, കടപ്പത്രം, അതുപോലെ കമ്പനികളുടെയൊക്കെ ഷെയർ, ഇതൊക്കെ വാങ്ങാൻ വേണ്ടി ആളുകൾ പണം മാറ്റി വെക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. എന്താ ബോണ്ട് അല്ലെങ്കിൽ കടപ്പത്രം എന്ന് പറഞ്ഞാൽ? ഗവൺമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയോ ഒക്കെ പണത്തിന് ആവശ്യം വരുമ്പോൾ കടപ്പത്രങ്ങൾ ഇറക്കും. ഈ കടപ്പത്ര പ്രകാരം ഇത് വാങ്ങുന്ന ആളുകൾക്ക് ഒരു 1,00,000 രൂപയുടെ കടപ്പത്രം ഉണ്ടാവും, 1 കോടിയുടെ കടപ്പത്രം ഉണ്ടാവും. അപ്പോൾ എത്ര രൂപയുടെ ആണോ ഫേസ് വാല്യൂ ആ കടപ്പത്രത്തിനുള്ളത്, അത്ര തുക നമ്മൾ എന്ത് ചെയ്യും? കൊടുത്തിട്ട് നമ്മൾ ഈ കടപ്പത്രം സ്വന്തമാക്കുന്നു. എന്നിട്ട് ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ 2 വർഷം എന്നൊക്കെ ഒരു സമയം പരിധി പറഞ്ഞിട്ടുണ്ടാവും. ആ സമയപരിധി കഴിയുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ആരാ? ബിസിനസ്സുകാരും അല്ലെങ്കിൽ ഗവൺമെന്റ് ഒക്കെ കടം വാങ്ങിയതാണ് അല്ലേ? അപ്പോൾ നമ്മൾ അവർക്ക് പണം കടം കൊടുത്തിട്ട് ഈ ബോണ്ട് നമ്മൾ വാങ്ങുന്നു, അല്ലെങ്കിൽ കടപ്പത്രം നമ്മൾ വാങ്ങുന്നു. അപ്പോൾ 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ അല്ലെങ്കിൽ ആ ബോണ്ട് കടപ്പത്രത്തിൽ എത്രയാണോ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആ പൈസയും കൂടെ പലിശയും എന്ത് ചെയ്യും? പലിശയടക്കം നമ്മുടെ തുക തിരിച്ചു തരികയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പത്രം ആണ് ബോണ്ട് എന്ന് പറയുന്നത്. ഷെയർ എന്താ? നമ്മൾ കമ്പനികളുടെയൊക്കെ ഷെയർ വാങ്ങാന്ന് പറയില്ലേ, ഷെയർ മാർക്കറ്റ് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ബോണ്ടിനും ഷെയറിനൊക്കെ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നതാണ് എന്ത്? പണമാണ് സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. People can hold money in the form of bond or in the form of cash balance under speculative motive. ഇവിടെ ഊഹക്കച്ചവടം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ആൾക്കാർക്ക് തങ്ങളുടെ കയ്യിലുള്ള പണം ഒന്നുകിൽ എന്ത് ചെയ്യാം? കടപ്പത്രം വാങ്ങാം, അതായത് ഗവൺമെന്റിനോ കമ്പനീസിനോ എന്ത് ചെയ്യാം? കടം കൊടുക്കാം. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ബാലൻസ് ആയിട്ട് തന്നെ സൂക്ഷിക്കാം. നമ്മളെ കയ്യിൽ തന്നെ ബാലൻസ് ആയിട്ട്, നമ്മളെ കയ്യിൽ തന്നെ എന്തായിട്ട് പണമായിട്ട് സൂക്ഷിച്ചു വെക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? കടം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നുകിൽ ആളുകൾക്ക് കടം കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ തന്നെ പൈസയായിട്ട് സൂക്ഷിക്കാം. ഇതിന് ഒരു പ്രശ്നമുണ്ട്, നോക്കൂ. മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റി varies inversely with the interest rate. അതായത് നമ്മുടെ ബോണ്ട് ഉണ്ടല്ലോ, കടപ്പത്രത്തിന്റെ മൂല്യം ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. അതായത് പലിശ നിരക്ക് കൂടും, മാർക്കറ്റിൽ ഒരു പലിശ നിരക്ക് ഉണ്ടാവും. പലിശ നിരക്ക് കൂടുകയാണെങ്കിൽ ബോണ്ടിന്റെ വില എന്തായും? താഴും. എന്നാൽ പലിശ നിരക്ക് എന്ത് ചെയ്തു? കുറഞ്ഞാൽ ബോണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കും. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവാണെങ്കിൽ എന്താ ചെയ്യുക? ആളുകൾ കൂടുതലായിട്ട് കടപ്പത്രം, ബോണ്ടുകളൊക്കെ വാങ്ങും. ഇനി മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ആളുകൾ എന്ത് ചെയ്യില്ല? ബോണ്ട് വാങ്ങൂല. പകരം അവരുടെ കയ്യിലുള്ള കടപ്പത്രം വാങ്ങാതെ അവരുടെ കയ്യിലുള്ള പൈസ അവരെന്താ ചെയ്യും? പൈസ ആയിട്ട് തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പ്രൈസ് ഓഫ് ബോണ്ടും തമ്മിൽ എന്താണ്? നെഗറ്റീവ് റിലേഷൻ ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കി ഷെയറുകളും ബോണ്ടും ഒക്കെ വാങ്ങുന്ന ഈ ഒരു ഊഹം വെച്ചിട്ടുള്ള കച്ചവടത്തിന് വേണ്ടി നീക്കി വെക്കുന്ന പൈസയാണ് നമ്മൾ എന്ത് പറയുക? സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വെൻ ഇൻട്രസ്റ്റ് റേറ്റ് റൈസസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ബോണ്ട് ഡിക്രീസസ്. നമ്മൾ പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ബോണ്ടിന്റെ കടപ്പത്രത്തിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. Because of this, demand for speculative purpose increases. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഡിമാൻഡ്, സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഡിക്രീസസ് അറ്റ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. അതുകൊണ്ട് തന്നെ സ്പെക്യുലേറ്റീവ് മോട്ടീവ് ഓഫ് ഡിമാൻഡ് ഫോർ മണി എന്താണ്? ഇൻവേഴ്സ്ലി റിലേറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതായത് മാർക്കറ്റിൽ പലിശ നിരക്ക് കൂടുതലാണെങ്കിൽ സ്പെക്യുലേഷൻ എന്തായിരിക്കും? സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കുക? സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇങ്ങനെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കി ആളുകൾ ബോണ്ടിൽ നിക്ഷേപിക്കണോ, ഷെയറിൽ നിക്ഷേപിക്കണോ, അതോ ബോണ്ടിൽ നിക്ഷേപിക്കണ്ടേ എന്ന് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ആളുകൾ കുറച്ച് പണം എന്ത് ചെയ്യും? മാറ്റിവെക്കുമെന്നാണ് കെയ്ൻസ് എന്ന എക്കണോമിസ്റ്റ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ട്രാൻസാക്ഷൻ മോട്ടീവ്,
പ്രിക്വേഷണറി മോട്ടീവ് ആൻഡ് സ്പെക്യുലേറ്റീവ് മോട്ടീവ്. ഇങ്ങനെ 3 മോട്ടീവിന് വേണ്ടിയിട്ടാണ് ആളുകൾ പണം സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആളുകൾ കയ്യിൽ ക്യാഷ് ലിക്വിഡായിട്ട് സൂക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പണം ഉള്ളത് കൊണ്ട് ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ നമ്മൾ അതർ ഫങ്ഷൻസും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? അതർ ഫങ്ഷൻസ് ഓഫ് മണി എന്ന പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഏതൊക്കെയാണ് അതർ ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ, മണി ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ റീപേയ്മെന്റ് കപ്പാസിറ്റി. ഒരു റീപേയ്മെന്റ് കപ്പാസിറ്റി ഉണ്ടാക്കാൻ പണം നമ്മളെ സഹായിക്കുന്നു. സെക്കൻഡ് വൺ, മണി റെപ്രസെന്റ്സ് പർച്ചേസിംഗ് പവർ അല്ലെങ്കിൽ ജനറലൈസ്ഡ് പർച്ചേസിംഗ് പവർ. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പർച്ചേസിംഗ് പവർ മണി ഉറപ്പുവരുത്തുന്നു. അടുത്തത് എന്താ? മണി പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി, അല്ലേ? ഉറപ്പുവരുത്തുന്നു. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഏത് സമയം നിറവേറ്റാം എന്നുള്ള ലിക്വിഡിറ്റി എന്ത് ചെയ്യുന്നു? മണി ഉറപ്പുവരുത്തുന്നു. പിന്നെ കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ ആളുകൾ പണം ലിക്വിഡായിട്ട് സൂക്ഷിക്കുന്നതിന് 3 ലക്ഷ്യം, 3 മോട്ടീവ്സ് ആണുള്ളത്. ട്രാൻസാക്ഷണറി മോട്ടീവ് എന്താ? ഡേ ടു ഡേ ലൈഫിലുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി. രണ്ടാമത്തെ പ്രിക്വേഷണറി മോട്ടീവ് എന്താ? മുൻകരുതൽ, എന്തെങ്കിലും പെട്ടെന്ന് ആക്സിഡന്റോ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ചെലവാക്കാൻ വേണ്ടി ആളുകൾ നീക്കി വെക്കുന്ന തുക. അതുപോലെ തന്നെ സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്താ? സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ആളുകൾ ബോണ്ടിലും ഷെയറിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ മാറ്റിവെക്കുന്ന തുക. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് മണി. അപ്പോൾ നമ്മൾ 3 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത് ഫങ്ഷൻസ് ഓഫ് മണിയാണ്. പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡറി ഫങ്ഷൻസ്, കണ്ടിജന്റ് ഫങ്ഷൻസ് ആൻഡ് അതർ ഫങ്ഷൻസ്. അപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാം വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണാം കേട്ടോ. അപ്പോൾ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.